ഹലോ, ഇന്ന് ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. ഇന്നാണ് അനന്തുവിൻ്റെ കല്യാണം. സമയം 5 മണിയാണ്. ഞങ്ങൾ എണീറ്റ് ഓരോരുത്തരായിട്ട് ഫ്രഷ് ആവാൻ കയറി. നമുക്കൊരു 6:30 ഒരുങ്ങി തീർന്നിട്ട് പതിയെ എല്ലാവർക്കും ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അതനുസരിച്ച് ഒരു 7:30-ക്കൊക്കെയാണ് കല്യാണം സമയം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് തുടങ്ങാം ഇവിടെ. ഓക്കെ, അപ്പം അനന്തും അക്കുവൊക്കെ അടുത്ത റൂമിൽ ഇരുന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് പോയി നോക്കിയായിരുന്നു. ഒരു പകുതിയായി. അക്കുവിന് സാരി കൊടുക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ അവരുടെ മേക്കപ്പൊക്കെ ഇതുവരെയായി നോക്കിയിട്ട് വരാം. അവരൊക്കെ ഒരുങ്ങി തുടങ്ങി കേട്ടോ. നമ്മളൊന്നും ഒരുങ്ങിയില്ല. അപ്പം ഞാൻ പോട്ടെ, ഇനി ഒരുങ്ങിയിട്ട് കാണാം കേട്ടോ. കനിയൊക്കെ പട്ടുപാടൊക്കെ ഇട്ട് അവളെ ഒരുക്കിയിട്ട് വേണം ഞാൻ ഒരുങ്ങാൻ. അല്ലെങ്കിൽ അതെല്ലാം അവൾ നശിപ്പിക്കും ഞാൻ ഒരുങ്ങിയത്. അതുകൊണ്ട് കനിയെ ആദ്യം സെറ്റാക്കണം. അവൾ എണീറ്റിട്ടില്ല. ഇഷാൻ കുഴപ്പമില്ല, അവന് വലിയ മേക്കപ്പൊന്നും ഇല്ല. അപ്പോൾ ശരി, പിന്നെ കാണാം. ഉറങ്ങിയിട്ടില്ലായിരുന്നു. 3 മണിയായപ്പോഴേ എണീറ്റ് പോക്ക് വെച്ചിരിക്കുകയാണ് അവരുണ്ട്. ഇതാണ് ചെറുക്കൻ്റെ അമ്മയും പെണ്ണിൻ്റെ അമ്മയും. ഉറങ്ങിയില്ലയോ? രാവിലെ പോക്ക് വെച്ചിരിക്കുന്നു. അയ്യോ പിന്നെ ഞാൻ ഉറക്കം എണീറ്റിട്ട് എന്തായി മേക്കപ്പ് എന്ന് നോക്കാൻ വന്നതാണ്. അപ്പോഴാണ് മനസ്സിലായത് അവരുടെ ഒരുക്കത്തിൻ്റെ പകുതിയും കഴിഞ്ഞിട്ടുണ്ട്. 6 മണിക്ക് ഒരുങ്ങി ഇറങ്ങണം എന്നാണല്ലോ പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ റൂമിലോട്ട് ചെന്നിട്ട് ഇനി കനിയെ ഒരുക്കാനുണ്ട്. പക്ഷെ നമ്മുടെ അക്കുവിൻ്റെ മേക്കപ്പ് ചെയ്ത കുട്ടി നമ്മുടെ റിലേറ്റീവ് തന്നെയാണ്. പക്ഷെ മേക്കപ്പ് സൂപ്പറായിരുന്നു. നമ്മൾ വൈകിട്ട് വീട്ടിലെത്തുന്നവരെ 8 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തുന്നവരെ ആ ഫ്രഷ് ലുക്ക് അടിപൊളിയായിട്ട് രാവിലെ എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ മേക്കപ്പിനെ പറ്റി ഒട്ടും ഓവറല്ലായിരുന്നു. നല്ലതായിട്ട് മുഖത്തിന് ചേരുന്ന രീതിയിലുള്ള മേക്കപ്പായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ദക്ഷിണയൊക്കെ കൊടുക്കാൻ തുടങ്ങി എല്ലാവർക്കും. അപ്പോൾ ഞാൻ അഹാനെ ഒരുക്കാൻ ഇച്ചിരി സമയം എടുത്തു. കാരണം അവൾ നന്നായിട്ട് ഒരുങ്ങട്ടെ. അവളുടെ കുറേ കാലമായിട്ട് കനി ഇങ്ങനെ കൊച്ചച്ഛൻ്റെ കല്യാണം, അനന്തുവിൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇഷ്ടപ്പെട്ട പോലെ അവൾ ആഗ്രഹിച്ച രീതിയിലുള്ള ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓരോന്നായിട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് അങ്ങ് റെഡിയാവുന്നതിനിടയ്ക്ക് ബാക്കിയുള്ളവരെല്ലാവർക്കും ദക്ഷിണ കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അവർ എന്നെ കാത്തു നിന്ന് ഒത്തിരി അവരുടെ ടൈം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്നാണ് ദക്ഷിണ പെട്ടെന്ന് മേടിച്ചിട്ട് പോയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ താഴെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ പല റൂമിലായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും അടുത്തടുത്തല്ല. അപ്പോൾ അവിടെയൊക്കെ ചെന്നിട്ട് അവരുടെ കയ്യിലൊക്കെ ദക്ഷിണ കൊടുക്കണം. പിന്നെ ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് പോകണം, ഫോട്ടോസൊക്കെ എടുക്കണം. നമ്മൾ മണ്ഡപത്തിൽ കയറുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് എടുക്കണം. അപ്പോൾ അവരെ അങ്ങ് ഫ്രീ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതിൻ്റെ ഇടയിൽ പെട്ടെന്നൊന്ന് വന്നിട്ട് പോയി കേട്ടോ. പിന്നെ ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് ഒരുപാട് സമയമൊന്നും എടുത്തില്ല. പിന്നെ എനിക്കും ടെൻഷനായിരുന്നു, അയ്യോ സമയമായോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് ഒരുങ്ങി ഇറങ്ങി കേട്ടോ. എന്തായാലും അവരുടെ ഡേ ആണല്ലോ, അപ്പം അവരെ കവിഞ്ഞ് നമ്മൾ ഒരുങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനും എന്നെക്കൊണ്ട് സിമ്പിളായിട്ട് തന്നെ അങ്ങ് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. 2 പേരും ഒരുങ്ങി വരുന്ന കാണാൻ നല്ല രസമായിരുന്നേ. അപ്പോൾ രാവിലെ ഒരു തണുത്ത മോർണിംഗ് ആയിരുന്നു കേട്ടോ. ഭയങ്കര കൂളായിട്ടുള്ള. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ഒരു സറൗണ്ടിങ്സിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പീസ് ഓഫ് മൈൻഡാണല്ലോ. അപ്പോൾ അവിടെ വെച്ച് കല്യാണം നടക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുങ്ങി അമ്പലത്തിൽ നിൽക്കുകയാണ്. ആനയൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടില്ല. ഞാനാണ് എൻ്റെ അവസാനം ഒരുങ്ങിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇഷാനും അച്ചുകുഞ്ഞിയും പ്രവീണൊക്കെ ചായ കുടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കല്യാണ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അവിടെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കല്യാണത്തിന് മുന്നേ കുറച്ച് പിക്സൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ഒരുങ്ങി വന്നു എന്ന് ഉറപ്പാകുമ്പോഴത്തേക്കും നമുക്ക് ഓഡിറ്റോറിയത്തിനടുത്ത് നമ്മൾ ആ ഗ്രൂപ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കല്യാണത്തിന്. അപ്പോൾ പിന്നീട് ദക്ഷിണ കൊടുക്കുന്നത് അക്കുവിൻ്റെ മൂത്ത ബ്രദറാണ്, കസിനാണ്. പുള്ളി ഗൾഫിൽ നിന്ന് കല്യാണത്തിനെ കരുതി വന്നതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റാണ് നമ്മുടെ പാരൻസിന് നമ്മൾ ദക്ഷിണയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഓഡിറ്റോറിയത്തിനടുത്ത് പോയി നിന്നാൽ മതി. അപ്പോൾ നമ്മൾ സെറ്റാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ടോക്കൺ തരും.
പിന്നെ നമ്മൾ ഒന്നിച്ച് നമുക്ക് ആ പേര് വിളിക്കുന്ന വധുവിൻ്റെയും വരൻ്റെയും പേര് അവർ വിളിക്കും. ആ ടൈമിൽ അവരുടെ കൂടെ ആരൊക്കെയാണോ വന്നിട്ടുള്ളത് അങ്ങനെ ഒരു ചെറിയൊരു ഗ്രൂപ്പിന് മാത്രമേ അതിനകത്ത് കയറാൻ അനുവാദമുള്ളൂ. അപ്പോൾ നമ്മുടെ തൊട്ട് റിലേറ്റീവ്സ് നമ്മളെ വേണ്ടപ്പെട്ട വളരെ വേണ്ടപ്പെട്ടവർ മാത്രമേ നമ്മൾ ഇതിനായിട്ട് വരുന്നിട്ടുള്ളൂ. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒന്നിച്ച് ഓഡിറ്റോറിയത്തിലോട്ട് പോകാം. കല്യാണം നമുക്ക് കാണാനും പറ്റും കേട്ടോ വൃത്തിയായിട്ട്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു പെട്ടെന്നായിരിക്കും എല്ലാം നടക്കുന്ന ഒത്തിരി കല്യാണമൊക്കെ ഉള്ളതല്ലേന്ന്. പക്ഷെ നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടും കേട്ടോ. അവർ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുക. അനന്തോ ടോക്കൺ നമ്പർ 49. ഫ്രണ്ടിൽ പോകാം. പ്രവീണിൻ്റെ വേണേൽ കൊടുത്തോ പോകണം. വിവാഹമൊക്കെ വളരെ മംഗളമായിട്ട് കഴിഞ്ഞു. എല്ലാ ചടങ്ങുകളും തിരുമേനി വളരെ നന്നായി തന്നെ നമുക്ക് ചെയ്തു തന്നു കഴിഞ്ഞു. നമുക്ക് അത്യാവശ്യം സമയം നമുക്ക് ആ മണ്ഡപത്തിൽ സ്പെൻഡ് ചെയ്യാനും പറ്റിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നടയിൽ വന്ന് നമുക്ക് ഭഗവാനെ തൊഴുത് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണത്തിന് വന്ന എല്ലാവരുമായിട്ടും ഗ്രൂപ്പ് ഫോട്ടോസും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവർ അല്ലാതെ കുറച്ച് റീൽസ് ഷൂട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോയി കേട്ടോ. അറേഞ്ച് ചെയ്തിട്ടുണ്ട് പഴയിടത്തിൻ്റെ. അപ്പം പിള്ളേർക്ക് വിശക്കുന്നു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും ചായ ഒക്കെ കുടിക്കാമെന്ന് വെച്ചു. രാവിലെ എണീറ്റിട്ട് ഇതുവരെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. നമ്മളെ മറ്റൊരു കളർ കിട്ടത്തില്ല, കളറില്ല. നേற்றிൻ സിരുമീതമേ ഒരു സേതമായി അങ്ങനെ നമ്മുടെ ഫോട്ടോ സെഷനും കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. അവിടെയാണ് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത്. തിരിച്ച് റെസ്റ്റ് ചെയ്തിട്ട് ടൈമുണ്ട്. 11 മണി തൊട്ടേ ഉള്ളൂ. 9 മണി 9:30 ആവുന്നേ ഉള്ളൂ. വെൽക്കം ബാക്ക് ടു കനിയൻ മം ചാനൽ. ഓക്കെ, എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ആ സൈഡിലേക്ക് ഒരു റെഡ് കളർ ഹാർട്ടിന്റെ അല്ല ഒരു ഇങ്ങനെ കാണാൻ ഒരു ബ്ലൂ കളർ ചെയ്തുണ്ടെങ്കിൽ നമുക്കൊന്ന് അമർത്തിയേ ബ്ലൂ കളർ ആക്കണേ. നമ്മൾ ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറി നമുക്ക് ചുരിദാർക്കണമെങ്കിൽ പോലെ
ഇനി നമ്മൾ ഇത്ര യാത്ര ഉള്ളതല്ലേ, ഇനി നമുക്ക് ഇട്ടുകൊണ്ടൊന്നും ശരിയാകത്തില്ല. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇനി സദ്യ കഴിച്ച് നമ്മൾ വണ്ടിയിൽ കയറി പോകും. നമ്മുടെ കൂടെ ഇനി അക്കു കൂടെ കാണും. ബാക്കി എല്ലാവരും അവർ വേറെ വണ്ടി വരുന്നു, അവർ വേറെ മാറ്റി. അപ്പോൾ വീണ്ടും അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് വന്നേക്കുവാണ്. അപ്പോൾ നമ്മുടെ മാരേജിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ബാക്കിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും കൂടെ പോവാണ്. നിങ്ങളുടെ സാക്ഷി ഒപ്പിടാൻ വന്നാൽ കേട്ടോ, ഞാൻ അറിഞ്ഞാണ് എൻ്റെ സാക്ഷികൾ. ഇവിടാണ് നമുക്കുള്ള ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓ മാറണം. ഇതായിരുന്നു നമ്മുടെ വണ്ടിയുടെ സാരഥി കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡും സദ്യയൊക്കെ കഴിഞ്ഞു. ഇനി റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ 12:30 മണിയായി. നമ്മളിപ്പോൾ ഇറങ്ങിയാൽ നമുക്കൊരു 8 മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു അധികം വൈകാതെ തന്നെ വീട്ടിലെത്താലോ. അപ്പൊ ഞാൻ പോയി റൂം വെക്കേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാമേ. അതുകൂടെ എൻ്റെ ഉടുപ്പും കൂടെ പാക്ക് ചെയ്ത് കൂട്ടീശാനെ പക്ഷേ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തതെന്നറിയാം. അതാണ് ഓൾ ഇൻ ഓൾ എല്ലാം ചെക്ക് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തെത്തി. അപ്പോൾ എല്ലാവരും ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഇനി പോകാനുള്ള പരിപാടിയാണ്. എല്ലാവർക്കും ഇത്രയും ദൂരം തന്നെ യാത്ര ചെയ്ത് വന്നവരാണല്ലോ. പിന്നെ പെൺകുട്ടി നമ്മുടെ കൂടെ ആണല്ലോ ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവളെ യാത്രയാക്കാനാണ് എല്ലാവരും കാത്തവിടെ നിൽക്കുന്നത്. അങ്ങനെ എത്ര പരിചയക്കാരാന്ന് പറഞ്ഞാലും നമ്മൾ യാത്ര ചോദിക്കുമ്പോൾ അല്പം വിഷമമൊക്കെ ഉണ്ടാവും. എന്നാലും പക്ഷേ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്, കാരണം ഞങ്ങളുടെ കൂടെ ആണല്ലോ വരുന്നത്. തരൂല. കനി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാനങ്ങനെ അവളെ മാറ്റം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ പുറകിലിരുന്ന്. അവൾ വന്നതുപോലല്ല, കുറേ കൂടെ ആക്റ്റീവായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ സദ്യയൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ഉറങ്ങിപ്പോയി. പക്ഷെ അവൾ ഉറങ്ങിയിട്ടില്ല. അവൾ എൻ്റെ ഫോണൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് എല്ലാവരും ഉറങ്ങുന്ന വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. എന്നെയും വെറുതെ വിട്ടില്ല, ഞാനും ഉറങ്ങുന്ന വീഡിയോസ് എടുത്തു. കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. എല്ലാവരും ഉറക്കമൊക്കെ എണീറ്റപ്പോഴത്തേക്കും സന്ധ്യയായി തുടങ്ങി കേട്ടോ. പിന്നെ ഇനി സമയം കളയാനെല്ലാം ഓർത്തിട്ട് വണ്ടിയിൽ ലൈറ്റും ഫോഗും ഒക്കെ ഇട്ടിട്ട് പിന്നെ പിള്ളേർക്ക് ഒരു എൻജോയ്മെൻറ്റ് വേണം. വണ്ടി ചെറുതായിരുന്നെങ്കിലും പക്ഷെ നല്ല വൈബായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും കൂടെ തുള്ളാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരമൊക്കെ പുറകിലങ്ങി ഇരുന്നു കേട്ടോ. കളിക്കുന്നവരെങ്കിലും സമാധാനമായിട്ട് കളിക്കട്ടെ എന്ന് വിചാരിച്ചു.
അങ്ങനെ ആഘോഷപൂർവ്വം നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങളുടെ നെയ്ബേഴ്സ് എല്ലാവരും അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. രാത്രി 8 മണിക്കാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കുഞ്ഞമ്മ നേരത്തെ വന്നിട്ട് വിളക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും സമയം ഡിലേ ഒന്നും വന്നില്ല. ഞങ്ങളെത്തി വിളക്ക് കത്തിക്കുക, പുറത്തിറങ്ങുക എന്നുള്ള ഒരു സമയം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതും വളരെ മംഗളമായിട്ട് കഴിഞ്ഞു കേട്ടോ. മധുരം കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ വിവാഹമായിട്ട് ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളെല്ലാം കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തെ റെസ്റ്റാണ്. അത് നമ്മൾ യാത്രയൊക്കെ ചെയ്ത് ടയർഡാണല്ലോ. അപ്പോൾ ഇനി അടുത്ത ദിവസം തന്നെ ഒരു ഫംഗ്ഷൻ വെച്ചാൽ നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തെ റെസ്റ്റിന് ശേഷം ആണ് നമ്മുടെ റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും വരാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് ഉറപ്പായിട്ടും ഞാൻ വരും. അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ വീഡിയോസൊക്കെ ഇടാത്തതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ സമയം 3 മണിയാണ്, വെളുപ്പാങ്കാലം. ഈ സമയത്താണ് ഞാനിരുന്ന് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം ഞാൻ ബൈ പറയുന്നു.